ഇനി കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് പരിപാടിയിൽ നിന്നും ചാണ്ടി ഉമ്മൻ വിട്ടുന്നതിനെ ചൊല്ലിയുള്ള വിവാദമാണ് ശക്തമാകുന്നത്. ചാണ്ടി ഉമ്മനോട് താനാണ് പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടതെന്നും എന്തുകൊണ്ട് വിട്ടുനിന്നു എന്ന കാര്യം അന്വേഷിക്കുമെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു. ചാണ്ടി ഉമ്മനോട് പങ്കെടുക്കാൻ വേണ്ടി DCC ആവശ്യപ്പെട്ടതാണ്. അതെന്താണ് പങ്കെടുക്കാൻ അന്വേഷിക്കുന്നത്? അത് ചാണ്ടി ഉമ്മൻ ബോധപൂർവ്വമാണ് ഞാൻ കരുതുന്നില്ല. ബോധപൂർവമാണെങ്കിൽ ആ നടപടി തെറ്റാണ്. അല്ല, ഗ്രൂപ്പ് വഴക്കൊന്നുമല്ല. ഞാൻ അതിൽ പങ്കെടുക്കണമെന്ന് ചാണ്ടി ഉമ്മനോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ്. പങ്കെടുത്തില്ല എന്ന് ഞങ്ങൾ പുറത്തറിഞ്ഞത്. ഇല്ലെങ്കിൽ അതെന്താണ് ഞാൻ അന്വേഷിക്കും. DCC പ്രസിഡന്റ് പറഞ്ഞത് പാർട്ടിയിൽ തീർത്തോളാമെന്ന് ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ഏറ്റത് രമ്യ ഹരിദാസാണ്. സാഹചര്യം ഉണ്ടായാൽ പങ്കെടുക്കാമെന്ന് മാത്രമാണ് താൻ പറഞ്ഞതെന്നും ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു. ഇന്നലത്തെ പരിപാടി എനിക്കില്ലായിരുന്നു. മെനഞ്ഞാന്ന് എന്നെ വിളിച്ചിട്ട് ദുബായിൽ നിന്നൊരു സഹപ്രവർത്തകൻ പറഞ്ഞു, ചില ചർച്ചകൾ നിമിഷപ്രിയയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ദുബായിൽ നടത്തണം. ഞാൻ ഒറ്റ ദിവസത്തേക്ക് ദുബായിൽ പോയതാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി. നമ്മളിതൊന്നും ചർച്ച ചെയ്യാറില്ല. എനിക്കതിനെക്കുറിച്ച് ഞാൻ വിശദാംശങ്ങൾ പറയുന്നുമില്ല. ഞാൻ ആ ഒരു മീറ്റിങ്ങിന് വേണ്ടി മാത്രം പോയി. ഇന്ന് വെളുപ്പിനെ 3:30-ക്കാണ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തത്. 5 മണിയായി ഹോട്ടലെത്തിയപ്പോൾ. അപ്പം ഇതൊരു ഏറ്റ പരിപാടിയല്ല. ഒപ്പം രമ്യ ഹരിദാസ് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വിവാദത്തിന് പിന്നിൽ ടി സിദ്ദിഖ്, ഷാഫി പറമ്പിൽ ഗ്രൂപ്പുകളുടെ തർക്കമാണെന്നാണ് സൂചന. എന്നാൽ വിവാദത്തിന് പിന്നാലെ ചാണ്ടി ഉമ്മൻ നേരിട്ട് DCC ഓഫീസിലേക്ക് എത്തി പ്രവീൺകുമാറിനെ കണ്ടു. അനാവശ്യ വിവാദം ഉണ്ടാക്കി മാധ്യമങ്ങൾ പരസ്പരം തെറ്റിക്കാൻ നോക്കുകയാണെന്ന് കൂടിക്കാഴ്ചയ്ക്കു ശേഷം നേതാക്കൾ പ്രതികരിച്ചു. ഇന്നിപ്പോൾ ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പെന്നേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. ഞാൻ ഇന്നലെ സാഹചര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ടും ഞാൻ എവിടുന്നാ വന്നത്? ഒറ്റ ദിവസം യാത്ര. ഞാൻ ഇവിടുന്ന് ദുബായിക്ക് പോയി, തിരിച്ച് ദുബായ് 3:30-ക്ക് വരിക. 5 മണിക്കാണ് എൻ്റെ ഹോട്ടലിൽ കയറി. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിനെ കൂടുതൽ വിവാദം. അപ്പം നിങ്ങൾക്കാണ് ഇതിനകത്ത് ലക്ഷ്യമുള്ളത്. നിങ്ങൾ വിവാദം ഉണ്ടാക്കി ഞങ്ങളെ തെറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട. ഒരു തെറ്റിൽ നടക്കത്തില്ല. ഞങ്ങൾ ഒറ്റക്കെട്ട. ഞാൻ രാവിലെ പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് പറഞ്ഞു നോക്കേണ്ടത് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റാത്തത് അതിരാവിലെയായിരുന്നു പരിപാടി. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന് രാവിലെ ഒരുങ്ങാനായില്ല. അതുകൊണ്ടാണ് പങ്കെടുക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. അദ്ദേഹം കരുതിയ സമയം അറിയണ്ടായിരുന്നില്ല. ഞാൻ പങ്കെടുത്ത് പറഞ്ഞിരുന്നു. പക്ഷേ ഈ സമയക്കുറവുകൊണ്ട് പങ്കെടുക്കാൻ പറ്റിയില്ല. അത് അറിയിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി. ബെൻസൻ ബാബുവാണ് വിവരങ്ങളുമായി കോഴിക്കോട് ചേരുന്നത്. ബെൻസൻ, കോഴിക്കോട് കോർപ്പറേഷൻ അഴിമതിക്കെതിരെയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിരുന്നു ചാണ്ടി ഉമ്മനെ വിളിച്ചത്. ചാണ്ടി ഉമ്മൻ ഈ പരിപാടി ഏറ്റെടുത്തിരുന്നു. താൻ നേരിട്ട് വിളിച്ചു, ഏറ്റെടുത്തിരുന്നു, വരുമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം വന്നില്ല എന്നായിരുന്നു ആദ്യം DCC പ്രസിഡന്റ് പറഞ്ഞത്. എന്നാൽ ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചത് താൻ ആ പരിപാടി ഏറ്റെടുക്കാമെന്ന് പൂർണ്ണ അർത്ഥത്തിൽ പറഞ്ഞിരുന്നില്ല എന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ഇപ്പോൾ DCC ഓഫീസിലേക്ക് ചാണ്ടി ഉമ്മൻ നേരിട്ടെത്തി കൂടിക്കാഴ്ചയൊക്കെ നടത്തി. എല്ലാം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞ് ഈ വിവാദത്തെ അവസാനിപ്പിക്കുകയാണോ? സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാം ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആയിരുന്നു എന്ന് പറഞ്ഞ് ഈ വിവാദത്തെ അവസാനിപ്പിക്കുമ്പോഴും അതിനിടയിൽ പുറത്തു വന്ന ഈ യൂത്ത് കോൺഗ്രസ് സൗത്ത് നിയോജക മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള PP റമീസിന്റെ പ്രതികരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരാഴ്ച മുമ്പ് തന്നെ ചാണ്ടി ഉമ്മനെ ഈ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചിരുന്നു. ഈ പ്രോഗ്രാമിനെ പറ്റി ധരിപ്പിച്ചിരുന്നു. അദ്ദേഹം എത്താമെന്ന് അറിയിച്ചിരുന്നതാണ്, സമ്മതം മൂളിയതാണ് എന്ന് അദ്ദേഹം പറയുന്നു. മണ്ഡലം പ്രസിഡന്റ് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം വരാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പരാതി നൽകും. ഉയർന്ന തലങ്ങളിൽ ഹൈക്കമാൻഡിലടക്കം KPCC നേതൃത്വത്തിനടക്കം പരാതി നൽകുമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഈ പരിപാടി പെട്ടെന്നുണ്ടായ പരിപാടിയല്ല. അത് ഈ ചാണ്ടി ഉമ്മനെ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമല്ല അറിയിച്ചത്. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ല കാര്യങ്ങളെന്ന് തെളിയിക്കുന്നതാണ് ആ ഒരു പ്രതികരണം. പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നടക്കുന്ന വിവാദങ്ങളെല്ലാം തന്നെ ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടന്നു വന്നിരുന്ന അല്ലെങ്കിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്ന ആരോപണങ്ങളിൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ചാണ്ടി ഉമ്മനും അതോടൊപ്പം തന്നെ രമ്യ ഹരിദാസും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു, ഉദ്ഘാടകരായി പങ്കെടുക്കുന്നു എന്ന് തെളിയിക്കുന്ന ഈ പോസ്റ്ററുകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ്. അപ്പോൾ നേരത്തെ നിശ്ചയിച്ച പരിപാടി
എന്നത് തന്നെയാണ് നമുക്ക് അതിൽ നിന്നും വ്യക്തമാകുന്നത്. പിന്നീട് ഇന്ന് രാവിലെ അദ്ദേഹം കോഴിക്കോട് നഗരത്തിലുണ്ടായിരുന്നു. ഇന്ന് വെളുപ്പിനാണ് കോഴിക്കോട്ടേക്ക് എത്തിയത്. അതിനുശേഷം ഉറങ്ങിപ്പോയി റെസ്റ്റ് എടുക്കണമായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. അല്ലെങ്കിൽ അദ്ദേഹം ആ നിലയിലാണ് അതിനോട് പ്രതികരിക്കുന്നത്. പക്ഷേ അദ്ദേഹം നഗരത്തിലുണ്ടായിട്ടും എന്തുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. അപ്പോഴാണ് ഈ ഗ്രൂപ്പ് സമവാക്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ ഉയർന്നു വരുന്നത്. അത് ഷാഫി പറമ്പിലും ടി സിദ്ദിഖും തമ്മിലുള്ള ഗ്രൂപ്പ് തർക്കമാണ് ഇത്തരത്തിൽ ചാണ്ടി ഉമ്മൻ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാതെ മാറി നിന്നത് എന്നതാണ് ഇക്കാര്യങ്ങളിൽ മുൻപോട്ട് വരുന്ന വാദം, അല്ലെങ്കിൽ മുൻപോട്ട് വരുന്ന വിവാദങ്ങൾ ആ നിലയിലാണ്. കാരണം ടി സിദ്ദിഖ് കഴിഞ്ഞ കുറേ നാളുകളായി കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ആളാണ്, കോഴിക്കോട് DCC പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന ആളാണ്. അതിനുശേഷമാണ് അദ്ദേഹം കൽപ്പറ്റയിലേക്ക് പോവുകയും അവിടെ MLA മത്സരിക്കും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം കൽപ്പറ്റയായി തുടരുകയും ചെയ്യുന്നത്. പക്ഷേ ടി സിദ്ദിഖിന് കോഴിക്കോട് കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ഒരു കൂട്ടമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന നിരവധി ആളുകളുണ്ട്. ആ നിലയ്ക്ക് അത്തരത്തിലുള്ള പ്രവർത്തനം മുൻപോട്ട് പോകുന്നതിനിടയിലാണ് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നും കോഴിക്കോട്ടേക്ക് എത്തുന്നത്. വടകര മത്സരിക്കുന്നു, അവിടെ നിന്ന് വിജയിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനം കോഴിക്കോട് മണ്ഡലമാകുന്നു. അങ്ങനെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ ഒരു തരത്തിലുള്ള മാറ്റം വരുന്നു. ഷാഫി പറമ്പിലും MK രാഘവൻ MPയും ചേർന്ന് നിന്നുകൊണ്ട് കോഴിക്കോട് വലിയ പ്രവർത്തനങ്ങൾക്ക് മുൻപോട്ട് നയിക്കുന്നു, അല്ലെങ്കിൽ ആ പാർട്ടിയെ ആ രീതിയിൽ അവർ മുൻപോട്ട് നയിക്കുമ്പോൾ ടി സിദ്ദിഖിന് കൃത്യമായിട്ടുള്ള ഒരു പ്രാതിനിധ്യം അവിടെ ലഭിക്കുന്നില്ല എന്ന പരാതികൾ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. ടി സിദ്ദിഖും KC വേണുഗോപാലും ഒരുമിച്ച് നിന്നുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഉയർന്നു വരുന്നു. അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇത്തരത്തിൽ ചാണ്ടി ഉമ്മൻ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് വിലക്കിയതും അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നതും. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ സൗത്ത് മണ്ഡലം കമ്മിറ്റി എന്ന് പറയുന്നത്, അതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഷാഫി പറമ്പിലുമായി അടുത്ത് നിൽക്കുന്ന, ഷാഫി പറമ്പിലുമോട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു മണ്ഡലം കമ്മിറ്റിയും അതിന്റെ ഭാരവാഹികളെല്ലാവരും തന്നെ ഷാഫി പറമ്പിലുമായി അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു പരിപാടി പൊളിക്കാൻ വേണ്ടി ചെയ്ത ഒരു പരിപാടി, അല്ലെങ്കിൽ ആ ഒരു പരിപാടി പൊളിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ചാണ്ടി ഉമ്മനെ ഈ പരിപാടിയിൽ നിന്ന് പങ്കെടുക്കുന്നത് വിലക്കിയത് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് പരക്കുന്നത്. നിലവിൽ ഇവയെല്ലാം തന്നെ പല രീതിയിൽ, അല്ലെങ്കിൽ സംസാരിച്ചതെല്ലാം സോൾവ് ആക്കി കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആയിരുന്നു എന്ന് പറയുമ്പോഴും ഈ ഉയർന്നു വന്നിട്ടുള്ള ഈ സമവാക്യങ്ങൾ, ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് സമവാക്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം വരേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ഡലം പ്രസിഡന്റ് ഉയർത്തിയിട്ടുള്ള ചോദ്യമാണ്, അല്ലെങ്കിൽ മണ്ഡലം പ്രസിഡന്റ് ഉന്നയിച്ചിട്ടുള്ള ആരോപണം തന്നെയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുക, അല്ലെങ്കിലും ഈ കോഴിക്കോട്ടെ DCCയിൽ അല്ലെങ്കിൽ കോഴിക്കോട്ടെ കോൺഗ്രസിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി പലവിധமான പ്രശ്നങ്ങളൊക്കെയും ഉണ്ട്. അതൊക്കെ മറന്നീക്കി പുറത്തു വരികയും ഒക്കെ ചെയ്തതാണ്. ബെൻസൺ പറഞ്ഞു നിർത്തിയതുപോലെ അവിടെ സമവാക്യങ്ങൾ മാറുന്നു. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ പാർട്ടി ഏതൊക്കെ തരത്തിൽ ബാധിക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ബെൻസൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.